1492 ഇന്ത്യയിലേക്ക് യൂറോപ്പിൽ നിന്നുമുള്ള വഴി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പോയ ക്രിസ്റ്റഫർ കൊളംബസ് വഴിതെറ്റി അമേരിക്കയുടെ അടുത്തുള്ള കരീബിയൻ ദ്വീപുകളിൽ എത്തിയെന്നും അദ്ദേഹത്തിൻ്റെ ആ യാത്ര യൂറോപ്യന്മാർക്ക് അന്ന് വരെ അറിവില്ലാതിരുന്ന ഒരു പുതിയ കോണ്ടിനെന്റിലേക്കുള്ള എക്സ്പ്ലോറേഷൻ്റെ വഴി തുറക്കുകയും ചെയ്തതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. യൂറോപ്യന്മാരുടെ ഭൂപടങ്ങളിൽ അന്ന് വരെ ഇല്ലാതിരുന്ന ആ ഒരു വൻകരയെ ന്യൂ വേൾഡ് അല്ലെങ്കിൽ പുതിയൊരു ലോകം എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. നല്ലതുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന മണ്ണും സ്ഥലങ്ങളും അവിടെ ഉണ്ട് എന്നും ഗോൾഡ് പോലെയുള്ള ധാരാളം റിസോഴ്സുകൾ അവിടെ ഉണ്ട് എന്നും തിരിച്ചറിഞ്ഞതോടുകൂടി യൂറോപ്പിൽ നിന്നും ഒരുപാട് പേര് ഈ ഒരു വൻകരയിലേക്ക് തെക്കേ അമേരിക്കയിലേക്കും വടക്കേ അമേരിക്കയിലേക്കും വന്ന് സെറ്റിൽ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതിനകത്ത് ഇംഗ്ലണ്ട്, സ്പെയിൻ, ഫ്രാൻസ്, പോർച്ചുഗീസ് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുമാണ് ധാരാളം ആളുകൾ വരുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഈസ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന 13 പ്രധാനപ്പെട്ട മേഖലകളിൽ വന്ന് തമ്പടിച്ച് അതിനെ കോളനിയാക്കി മാറ്റിയത് ബ്രിട്ടീഷുകാരായിരുന്നു എന്ന് കാണാം. പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ബ്രിട്ടനിൽ നിന്നും വന്ന ഇതേ ആളുകളുടെ തന്നെ പിന്മുറക്കാർ അവരുടെ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ ഒരു വലിയ വിപ്ലവം നടത്തുകയും ഒരു യുദ്ധം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലെ ആദ്യ സ്വതന്ത്ര രാജ്യമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി സ്ഥാപിക്കുകയും ചെയ്യുന്നു. സോ ഈ കഥയാണ് നമ്മൾ അമേരിക്കൻ റവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് മുതലായ ടോപ്പിക്കുകളിൽ പഠിക്കുന്നത്. സോ ഒരു കാലത്ത് ബ്രിട്ടനിൽ നിന്നും വന്ന ആളുകളുടെ പിന്മുറക്കാർ അവരുടെ മാതൃരാജ്യത്തിനെതിരെ തന്നെ യുദ്ധം നടത്തി സ്വാതന്ത്ര്യം മേടിക്കാനുണ്ടായ സാഹചര്യം എന്താണ്, എങ്ങനെയാണ് ഈ വിപ്ലവത്തിലൂടെ അവർ സ്വാതന്ത്ര്യം മേടിച്ചത്, ഈ കാര്യങ്ങളാണ് അമേരിക്കൻ റവല്യൂഷൻ എന്ന ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ നമ്മൾ കഥയിലേക്ക് കടക്കുമ്പോൾ ആദ്യകാലത്ത് യൂറോപ്പിൽ നിന്നും എസ്പെഷ്യലി ബ്രിട്ടനിൽ നിന്നൊക്കെ വന്ന ആളുകൾ ബ്രിട്ടീഷുകാരുടെ ഈ 13 കോളനികളിൽ വന്ന് സെറ്റിൽ ചെയ്യുകയാണ്. അവർക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് കാണാം. പൊളിറ്റിക്കലായിട്ട് ധാരാളം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇവരുടെ നിയമങ്ങൾക്ക് വേണ്ടിയിട്ടും നിയമ സംവിധാനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് നിയമ സംവിധാനങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇവർക്ക് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇവരുടെ സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് ധാരാളം സാമ്പത്തികമായ സഹായങ്ങളും ബ്രിട്ടനിൽ നിന്ന് ലഭിക്കുന്നത് കാണാം. അത് മാത്രമല്ല, ആദ്യമായിട്ടുള്ള സെറ്റിലേഴ്സ് ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോൾ ഇവർക്ക് ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ പലതരത്തിലുള്ള എതിർപ്പുകളുമായിട്ട് മുന്നോട്ട് വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു രാജ്യമല്ല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇമിഗ്രൻസ് ഒരേ സ്ഥലത്ത് തന്നെ വരുന്നതുകൊണ്ട് അതിർത്തിപരമായിട്ടൊക്കെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് മിലിറ്ററി, സൈനികപരമായിട്ടുള്ള സപ്പോർട്ടും ബ്രിട്ടൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് കാണാം. സോ ആദ്യകാലത്ത് ഈ 13 ബ്രിട്ടീഷ് കോളനികളെയും നിയന്ത്രിക്കുന്നത് ബ്രിട്ടൻ എന്ന് പറഞ്ഞ അറ്റ്ലാന്റിക് സമുദ്രത്തിന് അപ്പുറത്തുള്ള ഒരു രാജ്യമാണ്. എങ്കിലും ഈ കോളനികളിൽ വന്ന് സെറ്റിൽ ചെയ്തിരുന്ന ആളുകൾ ബ്രിട്ടൻ്റെ പരമാധികാരം അംഗീകരിച്ചിരുന്നു. മാത്രമല്ല, ബ്രിട്ടൻ എന്ന രാജ്യത്തോടും ബ്രിട്ടീഷ് പാർലമെൻറ്റിനോടുമൊക്കെ അവർക്ക് കൂറുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയിരുന്നത് എന്ന് കാണാം. പക്ഷെ ബ്രിട്ടൻ എന്ന രാജ്യത്തോട് കൂറ് പുലർത്തിക്കൊണ്ടും ബ്രിട്ടീഷ് ഐഡൻറ്റിറ്റി മുറുകെ പിടിച്ചുകൊണ്ടും ഒരുപാട് കാലം ഇവിടെയുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഒരു 2-3 തലമുറയൊക്കെ കഴിഞ്ഞപ്പം ഇവരുടെ ഉള്ളിൽ ഒരു അമേരിക്കൻ ഐഡൻറ്റിറ്റി ഉയർന്നു വരികയാണ്. 2-3 തലമുറകൾക്ക് ശേഷമുള്ള ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരിവിടെ തന്നെ ജനിക്കുന്നു, ഇവിടെ തന്നെയാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ ഒരു കടലിനപ്പുറത്തുള്ള രാജ്യമാണ് ഇവരെ നിയന്ത്രിക്കുന്നത് എന്നവർക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിനെതിരെ ചെറിയ രീതിയിലുള്ള മുറുമുറുപ്പുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയാണ്. അതുമാത്രമല്ല, ബ്രിട്ടീഷുകാർ അമേരിക്കയിലെ 13 കോളനികളെയും വെറും കോളനികൾ മാത്രമായിട്ടാണ് കണ്ടിരുന്നത്. കൊളോണിയലിസം എന്ന് പറഞ്ഞുള്ള ഒരു ഐഡിയൽ തന്നെ പറയുന്നത് ഇതാണ്: ഒരു മദർ സ്റ്റേറ്റ്, അതായത് ഒരു കോളനി ഉണ്ടാവും, ആ കോളനി ഏത് രാജ്യത്തിൻ്റെ കീഴിലാണോ ആ രാജ്യത്തെയാണ് മദർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മദർ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം കോളനി എന്ന് പറയുന്നത് അവർക്ക് ലാഭമുണ്ടാക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. കോളനികൾ നിലനിൽക്കുന്നത് തന്നെ ഈ മദർ സ്റ്റേറ്റിന് ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നതിനാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. സോ ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ആര് താമസിക്കുന്നുവെന്നോ അവരെന്ത് ചെയ്യുന്നുവെന്നോ ഇവർക്ക് വിഷയമല്ല, മാക്സിമം ലാഭം ഉണ്ടാക്കണമെന്നാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഐഡിയ. അപ്പോൾ ആ കാലത്ത് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിയമങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കിത് മനസ്സിലാവും. ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ചൊരു നിയമമാണ് നാവിഗേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഈ നിയമപ്രകാരം ഈ അമേരിക്കയിലെ 13 ബ്രിട്ടീഷ് കോളനികളിൽ എന്ത് തരത്തിലുള്ള വ്യാപാരം നടത്തുന്നുണ്ടെങ്കിലും അതിന് ബ്രിട്ടീഷ് കപ്പലുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നതിനെയാണ് നാവിഗേഷൻ ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്യൂമറേറ്റഡ് കമ്മോഡിറ്റി ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു നിയമമുണ്ട്. അപ്പോൾ അമേരിക്കയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്ന, ലോകത്തെമ്പാടും ആവശ്യമുണ്ടായിരുന്ന ചില സാധനങ്ങളാണ് ഇപ്പോൾ ഷുഗർ, ടൊബാക്കോ, കോട്ടൺ, ഇൻഡിഗോ പോലെയുള്ള സാധനങ്ങൾ. ഇത്തരം സാധനങ്ങൾ അമേരിക്കൻ കോളനികൾ ബ്രിട്ടനുമായി മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ബ്രിട്ടനിൽ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ചില സാധനങ്ങളാണ് അയൺ, വൂള്, ഹാറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇത്തരം സാധനങ്ങൾ അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങാവൂ എന്നുള്ളൊരു നിയമം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികളെ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് കണ്ടിരുന്നത് എന്ന്.
അപ്പോൾ ഇവിടെ താമസിക്കുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെ തലമുറയിൽപ്പെട്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും ഇവരുടെ കയ്യിൽ നിന്ന് നികുതി മേടിക്കുന്നതും എല്ലാം ബ്രിട്ടീഷുകാരാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻ്റ് ആണ്. അതോടൊപ്പം ആ ഒരു ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഈ അമേരിക്കൻ കോളനികളിലെ ഒരാൾക്ക് പോലും പ്രാതിനിധ്യമില്ല എന്നും നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കൻ കോളനികൾക്ക് മുകളിൽ സാമ്പത്തികപരമായിക്കളുടെ രാഷ്ട്രീയപരമായിക്കളുടെ പലതരത്തിലുള്ള അധികാരവും ബ്രിട്ടീഷുകാർക്ക് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരതിനെ ചൂഷണം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ ആളുകളുടെ ഉള്ളിൽ പലതരത്തിലുള്ള മുറുമുറുപ്പുകൾ ഉണ്ടാവുകയാണ്. പക്ഷേ ഈ മുറുമുറുപ്പുകൾ മാത്രമായിട്ട് നിൽക്കുകയാണ്. ഒരു വലിയ ആക്ഷൻ ബ്രിട്ടീഷുകാർക്കെതിരെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെയോ സ്വീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു സുരക്ഷാ ഭീഷണിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലുമായിട്ട് ബ്രിട്ടീഷുകാർ മാത്രമല്ല, ഫ്രഞ്ചുകാർ, സ്പെയിൻകാർ, പോർച്ചുഗീസുകാർ, ഇങ്ങനെ പല രാജ്യത്തു നിന്നുള്ള ആളുകൾ വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കൻ കോളനികളുടെ ചുറ്റുമുണ്ടായിരുന്നത് ഫ്രഞ്ച് കോളനികളാണ് എന്ന് കാണാം. ഫ്രഞ്ചുകാരുമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതിർത്തിയൊക്കെ ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ഇവരുടെ സുരക്ഷയ്ക്ക് ബ്രിട്ടീഷ് ആർമി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യം വേണമെന്ന് അമേരിക്കക്കാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് പ്രത്യക്ഷമായിട്ടുള്ളൊരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്കോ പോകാൻ ഈ കോളനികളിലുള്ള ആളുകൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം മുന്നോട്ട് പോകുമ്പോഴാണ് രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഇടയിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നത് 1756 മുതൽ 1763 വരെ നടക്കുന്ന ഈ ഒരു യുദ്ധത്തിനെയാണ് 7 Years വാർ എന്ന് വിളിക്കുന്നത്. ഈ യുദ്ധത്തിനെ ഗ്ലോബൽ വാർ എന്ന് വിളിക്കാറുണ്ട്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ലോകത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ വൻകരകളിലും ഈ സമയത്ത് യുദ്ധം നടക്കുന്നുണ്ട്. യൂറോപ്പിൽ യുദ്ധം നടക്കുന്നുണ്ട്, അമേരിക്കയിൽ അവരുടെ കോളനികളുടെ അതിർത്തികൾക്ക് വേണ്ടി യുദ്ധം നടക്കുന്നുണ്ട്, ഇന്ത്യയിൽ പോലും അവരുടെ സെറ്റിൽമെൻറ്റുകൾക്ക് വേണ്ടി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൻ്റെ അവസാനം ലോകമെമ്പാടും ഫ്രഞ്ചുകാർ തോൽക്കുകയും ബ്രിട്ടീഷുകാർ വിജയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ ഫ്രഞ്ചുകാരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂരിഭാഗം സ്ഥലങ്ങളും ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും കാലവും ഫ്രഞ്ചുകാരുടെ ഒരു ത്രെറ്റ് അവിടെ നിലനിന്നതുകൊണ്ട്, ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർ പ്രത്യക്ഷമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് പോവാതിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ആ പ്രശ്നം ബ്രിട്ടീഷുകാരായിട്ട് തന്നെ ഒഴിവാക്കി കൊടുക്കുന്നത് നമുക്കിവിടെ കാണാം. അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ എവിടെ പരിശോധിച്ച് കഴിഞ്ഞാലും അമേരിക്കൻ റവല്യൂഷൻ തുടങ്ങാൻ വലിയൊരു കാരണമായി പറയുന്നത് ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഇടയിൽ നടന്നിട്ടുള്ള ഈ 7 Years വാർ ആണ് എന്ന് കാണാം. പക്ഷെ അതിന് ഞാൻ ഈ പറഞ്ഞ സംഭവത്തിന് പുറമെ മറ്റൊരു വലിയ കാരണം കൂടിയുണ്ട്. 7 വർഷം നീണ്ടുന്നൊരു യുദ്ധമാണ് നടക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് വാർ ഡെറ്റുകൾ വരികയാണ്, ഒരുപാട് കടക്കണിയിലേക്ക് ബ്രിട്ടീഷുകാർ പോവുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അവർക്ക് കുറേയധികം പൈസ കണ്ടെത്തിയേ മതിയാവും. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കടക്കണി മുഴുവൻ ഇവർ അമേരിക്കൻ കോളനികളുടെ തലയിലേക്ക് ഇടുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ കോളനികൾക്ക് മുകളിലുണ്ടായിരുന്ന ടാക്സ് ഇവർ ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ സ്റ്റാമ്പ് ആക്ട് എന്ന് പറഞ്ഞുള്ളൊരു നിയമം കൊണ്ടുവരുന്നുണ്ട്. അമേരിക്കൻ കോളനികളിൽ ഏതൊരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിനും ആ ഒരു ഒഫീഷ്യലായിട്ടുള്ള വാലിഡിറ്റി കിട്ടണമെങ്കിൽ ബ്രിട്ടീഷ് അതോറിറ്റിയുടെ ഒരു സ്റ്റാമ്പ് പതിപ്പിക്കണം എന്നൊരു നിയമം കൊണ്ടുവരികയാണ്. പക്ഷേ ഈ സ്റ്റാമ്പ് പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് അവർ ചുമത്തിയിരുന്നത് എന്ന് കാണാം. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് നികുതികൾ അമേരിക്കക്കാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ അമേരിക്കയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഓൾറെഡി ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ നല്ല രീതിയിലുള്ള മുറുമുറുപ്പുണ്ട്. അവർ സമരം ചെയ്യാൻ പോകാതിരുന്നതിന് കാരണം ഫ്രഞ്ച് ത്രെറ്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. പക്ഷേ ആ ഒരു ത്രെറ്റ് ഇപ്പോൾ ഒഴിവായിരിക്കുകയാണ്. അതിന് മുകളിലേക്ക് ബ്രിട്ടീഷുകാർ കൂടുതൽ ഓപ്പറേഷൻസും ഇതുപോലെ നികുതികളും ഒക്കെ ആയിട്ട് കടന്നു വരികയാണ്. അപ്പോൾ ഒരു വിപ്ലവം തുടങ്ങുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമായിട്ട് ഈ ഒരു കാലഘട്ടം മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അമേരിക്കയിലെ 13 കോളനികളിലും പലതരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉയർന്നു വരികയാണ്. ഇവർ പ്രധാനമായിട്ടും 2 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാം. ഒന്ന് എന്ന് പറയുന്നത്, ഒന്നുകിൽ അമേരിക്കക്കാർക്കും ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ റെപ്രസെൻറ്റേഷൻ വേണം. കാരണം ബ്രിട്ടീഷ് പാർലമെൻറ്റാണല്ലോ ഇവരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുന്ന ഒരു പാർലമെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ വേണമെന്ന് അവർ പറയുന്നു. ഇതല്ല എങ്കിൽ ഒരു കാരണവശാലും ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികളിൽ നിന്നും ടാക്സ് വാങ്ങാൻ പാടില്ല. ഒന്നെങ്കിൽ അവർ നികുതി വാങ്ങുന്നത് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രാതിനിധ്യം കൊടുക്കുക. അവിടെ നിന്നുമാണ് അമേരിക്കൻ റവല്യൂഷൻ്റെ മോട്ടോ, അതിലെ മുദ്രാവാക്യം മുന്നോട്ട് വരുന്നത്, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. മലയാളത്തിൽ നമ്മൾ പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആശയമായിട്ട് ഒരു റവല്യൂഷൻ പതുക്കെ തുടങ്ങുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ പ്രതിഷേധങ്ങൾ ആദ്യം ചെറിയ രീതിയിലായിരുന്നുവെങ്കിലും ഈ പ്രതിഷേധങ്ങൾ വലുതായി വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒന്ന് പേടിച്ചു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാമ്പ് ആക്ടിനെതിരെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ സ്റ്റാമ്പ് ആക്ട് പിൻവലിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റാമ്പ് ആക്ട് അവർ പിൻവലിക്കുന്നുണ്ടെങ്കിലും അതിന് പകരമായിട്ടൊരു പുതിയ നിയമം അവർ മുന്നോട്ട് വെക്കുകയാണ്. അതിനെയാണ് ഡിക്ലറേറ്ററി ആക്ട് എന്ന് പറയുന്നത്. അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഞങ്ങൾ മേടിക്കുന്നില്ല എങ്കിലും അമേരിക്കൻ കോളനികളുടെ മുകളിലുള്ള മുഴുവൻ പരമാധികാരവും ബ്രിട്ടീഷ് പാർലമെൻറ്റിനും ബ്രിട്ടീഷ് രാജാവിനുമാണ് എന്നവരെ നിയമത്തിലൂടെ പറയുകയായിരുന്നു.
ഇനി അത് മാത്രമല്ല, അമേരിക്കയിലെ ഈ റവല്യൂഷണറി ആക്ടിവിറ്റീസിനെ ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഓഫീസുകളിലും വീടുകളിലുമൊക്കെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന് എപ്പോൾ വേണമെങ്കിലും കയറി സെർച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ നിയമങ്ങളൊക്കെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം നിയമങ്ങൾക്കെതിരെ വലിയൊരു പ്രതിഷേധം അമേരിക്കൻ നഗരമായിട്ടുള്ള ബോസ്റ്റണിൽ നടക്കുകയാണ്. ഈ പ്രതിഷേധത്തെ ബ്രിട്ടീഷ് മിലിറ്ററി തോക്കുകൊണ്ടാണ് നേരിടുന്നത്. ബ്രിട്ടീഷ് മിലിറ്ററി ഇവർക്കെതിരെ നിറയൊഴിക്കുകയും 5 പേര് ആ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് മരണപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു ഇവൻറ്റിനെ 1770 ബോസ്റ്റൺ കൂട്ടക്കൊല, ബോസ്റ്റൺ മാസക്കർ എന്നാണ് ചരിത്രത്തിൽ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ ശരിക്കും അമേരിക്കൻ കോളനിയിലുള്ള ആളുകളെ സംരക്ഷിക്കേണ്ടത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതേ ഗവൺമെൻറ് തന്നെ ഈ ആളുകളെ കൊല്ലുന്ന ഒരു നിലപാടിലേക്ക് പോയപ്പോൾ അമേരിക്കയിലെ ബ്രിട്ടീഷ് കോളനികളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരികയാണ്. അപ്പോൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് തിരിച്ചറിയുകയും അമേരിക്കക്കാരുടെ മുകളിൽ ചുമത്തിയിരുന്ന എല്ലാ നികുതികളും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒഴിവാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരൊറ്റ നികുതി മാത്രം അവിടെ നിലനിർത്തുകയാണ്. അതാണ് ചായയ്ക്ക് മേലെ അല്ലെങ്കിൽ തേയിലയ്ക്ക് മേലെയുള്ള നിയമം. അതിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവരുന്ന നിയമത്തിനെയാണ് ടീ ആക്ട് ഓഫ് 1773 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടീ ആക്ട് കൊണ്ടുവരുന്നതിലൂടെ അല്ലെങ്കിൽ ചായയ്ക്ക് മേലെ നികുതി കൊണ്ടുവരുന്നതിലൂടെ ബ്രിട്ടീഷുകാർ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അവർക്ക് നല്ല ലാഭം ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. കാരണം ലോകത്ത് നടക്കുന്ന മുഴുവൻ ചായ വ്യാപാരത്തിൻ്റെയും ഭൂരിഭാഗവും കൺട്രോൾ ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാണെന്ന് കാണാം. ഇന്ത്യ, ചൈന പോലുള്ള അവരുടെ കോളനികളിൽ നിന്നും ധാരാളം ചായ അവർ കച്ചവടം നടത്തുന്നുണ്ട്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത്, ഈ ചായയ്ക്ക് മേലെയുള്ള ഒരു ചെറിയ ടാക്സ് ആണെങ്കിൽ കൂടി അമേരിക്കൻ കോളനികളിലുള്ള ആളുകൾക്ക് മേലെ നികുതി ചുമത്താനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനാണ് എന്ന് പറയാനും കൂടെ വേണ്ടിയിട്ടാണ് അവർ ഈ ചായ നിയമം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയും ഒരു പ്രതിഷേധം നടത്താൻ അമേരിക്കയിലുള്ള ആളുകൾ തീരുമാനിക്കുകയാണ്. സാമുവൽ ആഡംസ് എന്ന് പറഞ്ഞുള്ള ആളുടെ നേതൃത്വത്തിൽ സൺസ് ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞുള്ള ഒരു ഓർഗനൈസേഷൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ബോസ്റ്റൺ മാസക്കർ നടന്ന അതേ ബോസ്റ്റൺ പോർട്ടിലേക്ക് ഒരുപാട് തേയില കയറ്റിക്കൊണ്ട് ബ്രിട്ടീഷ് കപ്പലുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ കപ്പലുകളെല്ലാം ആക്രമിച്ചുകൊണ്ട് ഏകദേശം 1,00,000 പൗണ്ടിനടുത്തുള്ള തേയിലപ്പൊടി അവർ കടലിൽ ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ചരിത്രത്തിൽ ബോസ്റ്റണിലെ ചായ സൽക്കാരം അല്ലെങ്കിൽ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ബോസ്റ്റൺ ടീ പാർട്ടി ഒരു വലിയ തിരിച്ചടിയായിരുന്നു എന്ന് കാണാം. ഇന്നത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം $1.5 മില്യൺ വിലയുള്ള ചായപ്പൊടിയാണ് അവർ കടലിൽ ഒഴുക്കി കളഞ്ഞത്. മാത്രമല്ല ബ്രിട്ടീഷുകാരെയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെയും വെല്ലുവിളിക്കുന്ന ഒരു നിലപാട് കൂടിയാണ് അമേരിക്കക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ ഇതിനെതിരെ ഒരു വലിയ തിരിച്ചടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഒരുപാട് ഒപ്രസീവായിട്ടുള്ള നിയമങ്ങൾ അമേരിക്കക്കാരുടെ മുകളിൽ കൊണ്ടുവരികയാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംഘടനയെയും അമേരിക്കയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് അവർ പറയുന്നു. മാത്രമല്ല ബോസ്റ്റൺ പോർട്ട് ഈ ഒരു ആക്രമണം നടത്തിയത് ആരാണെന്ന് തെളിയുന്നത് വരെ ബോസ്റ്റൺ തുറമുഖം അടച്ചിടുന്ന ഒരു തീരുമാനം വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു റിട്ടാലിയേഷൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. അപ്പോൾ ഈ 2 വശത്ത് നിൽക്കുന്ന ആളുകളുടെ ആക്ഷൻ്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുന്നത് കാണാം. അമേരിക്കക്കാരുടെ പ്രതിഷേധത്തിൻ്റെ അളവ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന തിരിച്ചടിയുടെയും രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ അമേരിക്കയിൽ 13 ബ്രിട്ടീഷ് കോളനികളാണ് ഉണ്ടായിരുന്നത്. ഏതൊരു പ്രശ്നം വരുമ്പോഴും ഈ 13 ബ്രിട്ടീഷ് കോളനികളും 13 രീതിയിലാണ് അതിനെതിരെ തിരിച്ചടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്കിടയിൽ ഒരു യൂണിറ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് 1774 എല്ലാ കോളനികളുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് കൂടി ചേർന്ന് ഒരു മീറ്റിംഗ് വിളിക്കുകയാണ്. ഇതിനെയാണ് 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാ കോളനികളുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് ഈ മീറ്റിങ്ങിന് വരുന്നു. അവർ ഒന്നിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. മാത്രമല്ല ഇനി മുതൽ അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, ഒരു തരത്തിലും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കില്ല എന്നുള്ളൊരു വലിയ തീരുമാനം അവരെടുക്കുന്നു. അതുമാത്രമല്ല 13 കോളനികളിലും ലോക്കൽ മിലീഷ്യാസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതായത് ചെറിയ രീതിയിലുള്ള ലോക്കൽ മിലിറ്ററികളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കാരണം ഇത് ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ആ ഒരു സമയത്ത് തിരിച്ചടിക്കണമെങ്കിൽ തങ്ങളുടെ കയ്യിൽ ഒരു ആർമി വേണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഈ ലോക്കൽ മിലീഷ്യാസ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ നീക്കങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അടുത്ത 1 വർഷവും കൂടി ബ്രിട്ടീഷുകാരും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള ഒരസൽ മുന്നോട്ട് പോവുകയാണ്. 1775 ഇവർ വീണ്ടും ഒരു യോഗം വിളിച്ചു ചേർക്കുന്നത്. അതിനാണ് 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആയപ്പോഴത്തേനും ബ്രിട്ടീഷുകാരും അമേരിക്കയിലെ ബ്രിട്ടീഷ് കോളനികളും തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധം അനിവാര്യമാണെന്ന് ഇവർ തിരിച്ചറിയുന്നു. അപ്പോൾ യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസാന നടപടി എന്നോണം ഈ 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അന്നത്തെ ബ്രിട്ടീഷ് രാജാവായിട്ടുള്ള ജോർജ് 3 ഒരു കത്ത് എഴുതുകയാണ്. ഇതിനെയാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയുന്നത്. ഈ പെറ്റീഷനിൽ പറയുന്ന കാര്യം ഇതാണ്: അമേരിക്കയിലെ ബ്രിട്ടീഷ് കോളനികൾക്ക് മുകളിൽ ബ്രിട്ടീഷുകാർക്കുള്ള നിയന്ത്രണങ്ങളൊക്കെ എടുത്തു കളഞ്ഞതിന് ശേഷം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും എന്നാണ് ഈ പെറ്റീഷനിൽ പറയുന്നത്. ജോർജ് രാജാവ് ഈ പെറ്റീഷൻ കീറിക്കളയുകയും ഇവരെ ചതിയന്മാരെന്ന് വിളിച്ചിട്ട് അമേരിക്കൻ കോളനികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളിച്ചിരിക്കുകയാണ്. ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ 13 ലോക്കൽ മിലീഷ്യകൾ, 13 കോളനികളിലും ചെറിയ മിലീഷ്യകളുണ്ട്, ഇവരെല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരു വലിയ ആർമിയാക്കി മാറ്റുകയാണ്. ഇതിനെയാണ് കോണ്ടിനെൻ്റൽ ആർമി എന്ന് പറയുന്നത്. ഈ ആർമിക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സൈനിക പരിചയമൊക്കെയുള്ള ജനറൽ ജോർജ് വാഷിങ്ടണെ നിയമിക്കുകയും ചെയ്യുന്നു. സോ ജനറൽ ജോർജ് വാഷിങ്ടൻ്റെ നേതൃത്വത്തിലുള്ള കോണ്ടിനെൻ്റൽ ആർമിയും അവർക്കെതിരെ ബ്രിട്ടീഷ് ജനറൽസിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ആർമിയും തമ്മിൽ 1775 ഒരു യുദ്ധം ആരംഭിക്കുകയാണ്.
ഇതിനെയാണ് ചരിത്രത്തിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈ യുദ്ധം മുന്നോട്ട് പോകുന്ന അവസരത്തിൽ 1776 ജൂലൈ മാസം 4-ാം തീയതി ഈ കോണ്ടിനെന്റൽ കോൺഗ്രസിലെ ആളുകളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി അതിൽ ഒപ്പുവെക്കുകയാണ്. ഇതിനെയാണ് അമേരിക്കയുടെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ എന്ന് പറയുന്നത്. അന്ന് മുതൽ അമേരിക്ക ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്നവർ പറയുന്നു. ഇനി മേലാൽ അവർ ബ്രിട്ടീഷ് കോളനികളായിരിക്കില്ല, അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയെന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുകയാണ്. ബ്രിട്ടീഷുകാരെ അംഗീകരിച്ചിട്ടില്ല, യുദ്ധം ഒരു സൈഡിൽ കൂടി നടക്കുകയാണെന്ന് മനസ്സിലാക്കുക. ഇനി അത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ പറയുകയും ചെയ്ത് നമുക്ക് കാണാം. എല്ലാ മനുഷ്യരും സ്വതന്ത്രരാണ്, മാത്രമല്ല എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നതിൽ പറയുന്നു. ഈ തുല്യരായിട്ടുള്ള മനുഷ്യർക്കെല്ലാം പലതരത്തിലുള്ള അവകാശങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ചില അവകാശങ്ങളായിട്ട് പറയുന്നത് ലൈഫ്, ലിബർട്ടി, പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് പോലെയുള്ള അവകാശങ്ങളാണ്. ഈ അവകാശങ്ങളെ എടുത്തു കളയാൻ ആർക്കും പറ്റില്ല. ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് ഒരു നാട്ടിലുണ്ടാവണം. ആ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ആ നാട്ടിലെ ആളുകൾ തന്നെയാകണം. മുതലായ കാര്യങ്ങളാണ് ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, മോഡേൺ ഡെമോക്രസി, ആധുനിക ജനാധിപത്യത്തിൻ്റെ ശരിക്കും ഒരു രൂപരേഖയാണ് ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. സോ ജനാധിപത്യത്തിൻ്റെ ഒരു തുടക്കം മാത്രമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ജനനം കൂടിയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും ജൂലൈ 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് അമേരിക്കക്കാർ അവരുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട്, ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്ന് നമുക്ക് കാണാം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞു, യുദ്ധം അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കക്കാരുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു നീക്കങ്ങളൊക്കെ വരുമ്പം കൂടുതൽ ബ്രിട്ടീഷ് ട്രൂപ്പുകളെ ബ്രിട്ടീഷുകാർ അമേരിക്കയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും അമേരിക്കയുടെ കോണ്ടിനെൻ്റൽ ആർമിക്ക് യുദ്ധത്തിൽ മേൽക്കോയ്മ കിട്ടാൻ തുടങ്ങിയത് കണ്ടതോടുകൂടി ചില യൂറോപ്യൻ രാജ്യങ്ങൾ അവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. ഫ്രാൻസ്, സ്പെയിൻ പോലെയുള്ള രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വരുന്നത്. അവർ മുന്നോട്ട് വരുന്നതിന് അവരുടെ ചിരകാല വൈരികളായിട്ടുള്ള ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യവും കൂടി ഉള്ളതായിട്ട് നമുക്ക് കാണാം. എങ്ങനെയൊക്കെ ആയാലും 1783 ബ്രിട്ടീഷുകാർക്ക് മേലെ വലിയൊരു വിജയം നേടാൻ അമേരിക്കയുടെ കോണ്ടിനെൻ്റൽ ആർമിക്കും അവരെ സഹായിക്കുന്ന മറ്റ് രാജ്യങ്ങൾക്കും സാധിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1783 തന്നെ ഫ്രാൻസിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പാരീസിൽ വെച്ചിട്ട് ബ്രിട്ടീഷുകാർ ട്രീറ്റി ഓഫ് പാരീസ് അല്ലെങ്കിൽ പാരീസ് ഉടമ്പടി എന്ന് പറഞ്ഞുള്ള ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നു. ആ ഉടമ്പടിയിലൂടെ അമേരിക്കയ്ക്ക് മേലെയുള്ള മുഴുവൻ നിയന്ത്രണവും അവർ എടുത്തു കളയുകയും അമേരിക്കയിലെ 13 കോളനികളും സ്വതന്ത്രരാണ്, അവർക്ക് പരമാധികാരമുണ്ട് എന്ന് ബ്രിട്ടീഷുകാർ അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഫ്രാൻസിൻ്റെ ഒരു മധുരപ്രതികാരം കൂടെ നമുക്ക് കാണാം. ഞാൻ നേരത്തെ ഒരു 7 ഇയേഴ്സ് വാറിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 7 ഇയേഴ്സ് വാറിന് ശേഷം 1763 ഇതേ പാരീസിൽ വെച്ചിട്ട് ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരും തമ്മിൽ ഉടമ്പടി സൈൻ ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ ഫ്രഞ്ചുകാർ അവരുടെ തോൽവി സമ്മതിക്കുകയായിരുന്നു. എന്നാൽ 1783 അമേരിക്കൻ സ്വാതന്ത്ര്യ യുദ്ധത്തിന് ശേഷം ട്രീറ്റി ഓഫ് പാരീസ് സൈൻ ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ തോൽവി സമ്മതിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ചില കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അമേരിക്കയുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രതിമ, അത് ഫ്രഞ്ചുകാർ സമ്മാനമായി കൊടുത്തതാണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഈ കഥയുടെ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അമേരിക്കക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവർ ആദ്യം തന്നെ ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു ഭരണഘടന നിർമ്മിക്കുകയായിരുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുകയായിരുന്നു. 1789 ലോകത്തിലെ ആധുനിക ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായിട്ട് അമേരിക്കൻ ഭരണഘടന മുന്നോട്ട് വരുന്നു. ആധുനിക ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന രാജ്യവും മുന്നോട്ട് വരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 13 ബ്രിട്ടീഷ് കോളനികളായിരുന്നു അവിടെ നേരത്തെ ഉണ്ടായിരുന്നത്. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ കോളനികൾ എന്നുള്ള പേര് മാറിയിട്ട് അവർ സ്റ്റേറ്റുകളായി മാറുകയാണ്, സംസ്ഥാനങ്ങളായി മാറുകയാണ്. ഈ സ്റ്റേറ്റുകളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് ഒരു രാജ്യമാവാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അമേരിക്ക എന്ന കോണ്ടിനെൻറ്റിലെ 13 സ്റ്റേറ്റുകൾ കൂടിച്ചേർന്നൊരു രാജ്യമായതുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നൊരു പേര് അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തി സ്വാതന്ത്ര്യം മേടിച്ചെടുത്ത് ഈ അമേരിക്കൻ റവല്യൂഷൻ ഇത്രയും വലിയൊരു ചരിത്ര സംഭവമാണെന്നൊക്കെ പറയാനുള്ള കാരണം എന്താണ്? ലോകത്തിന് മുന്നിൽ വലിയൊരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അത്രയും കാലവും ലോകത്തുണ്ടായിരുന്ന ഭരണരീതികളെല്ലാം രാജഭരണമായിരുന്നു, മൊണാർക്കിയായിരുന്നു. അവിടേക്ക് ജനാധിപത്യ ഭരണരീതി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ് അമേരിക്കൻ റവല്യൂഷൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ലോകത്തിലെ ആദ്യത്തെ ആൻറ്റി കൊളോണിയൽ റവല്യൂഷനായിട്ടും അമേരിക്കൻ റവല്യൂഷൻ പറയുന്നുണ്ട്. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കോളനിയാക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെ പോരാടി ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം മേടിച്ചെടുക്കുന്നതിനാണ് ആൻറ്റി കൊളോണിയൽ റവല്യൂഷൻ. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഒരു ആൻറ്റി കൊളോണിയൽ റവല്യൂഷനായിട്ട് അമേരിക്കൻ റവല്യൂഷൻ മാറുന്നു. പിൽക്കാലത്ത് ലോകത്ത് നടന്നുള്ള ഒരുപാട് ആൻറ്റി കൊളോണിയൽ റവല്യൂഷനുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവാനും ഈ അമേരിക്കൻ റവല്യൂഷന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പല അവസരങ്ങളിലും ഈ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാം. പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി നമ്മൾ നമ്മുടെ ഭരണഘടന നിർമ്മിക്കുമ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബിൽ ഓഫ് റൈറ്റ്സിനെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ഡോക്യുമെൻ്റ് ഒക്കെ ആയിട്ട് നമ്മൾ സ്വീകരിക്കുന്നതാണ്. അങ്ങനെ ലോകം മുഴുവൻ
ഒരുപാട് ആളുകളെയും ഒരുപാട് റവല്യൂഷൻസിനെയൊക്കെ ഇൻസ്പയർ ചെയ്യാൻ ഈ അമേരിക്കൻ റവല്യൂഷന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചുള്ള കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരു കാര്യവും കൂടി മനസ്സിലാക്കണം, ഇതെല്ലാം തികഞ്ഞ ഒരു റവല്യൂഷൻ ആയിരുന്നു എന്നോ എല്ലാം തികഞ്ഞ ഒരു രാജ്യത്തെ റവല്യൂഷനോടെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഡോക്യുമെന്റുകളിൽ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയിലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ അവകാശങ്ങൾ നൽകപ്പെട്ടിരുന്നുള്ളൂ. സ്ത്രീകൾക്ക് അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല, സ്വത്തില്ലാത്ത ആളുകൾക്ക് അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല, അവിടുത്തെ സ്ലേവ്, അവിടുത്തെ അടിമകൾക്ക് അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അമേരിക്ക പിന്നീട് ഫേസ് ചെയ്യുന്നത് നമുക്ക് കാണാം. പക്ഷേ ലോകത്തിന് മുന്നിൽ ഒരുപാട് എക്സാമ്പിളുകൾ സെറ്റ് ചെയ്യാനും ലോകത്തിന് ഒരുപാട് ആശയങ്ങൾ പകർന്നു കൊടുക്കാനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നൊരു രാജ്യത്തെ സൃഷ്ടിക്കാനും ഈ ഒരു റവല്യൂഷൻ കൊണ്ട് സാധിച്ചു എന്ന് മനസ്സിലാക്കുക. സോ എന്തായിരുന്നു അമേരിക്കൻ റവല്യൂഷൻ നടന്നത് എങ്ങനെയാണ് മുതലായ ചോദ്യങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.